നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുകളിൽ കൊലവിളി നിലവിളി ഒന്നും കേൾക്കുന്നില്ലല്ലോ ദൈവമേ. ഈശ്വരാ, ഓ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരിക്കും. അയ്യോ എന്റെ നടുവേ, എന്റെ കാലേ. നീ ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് നിലവിളിക്കാതെ എന്റെ മാലതി. അയ്യോ എന്റെ കാലേ. കയ്യോ കാലോ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ശിവരെ കൊണ്ടുപോയോ. അയ്യോ, ഞാൻ അനുഭവിക്കുന്ന മനോവേദന അമ്മയ്ക്ക് അറിയില്ലല്ലോ. അയ്യോ. അപ്പോ മനോവേദനയാണോ മാലതിക്ക്? കാലുവേദനയല്ലേ? അയ്യോ, കാലൊടിഞ്ഞു പോകുമെന്ന് ഓർത്തിട്ടും മനോവേദനയിലെത്തി. അയ്യോ. ഈ കുഴമ്പൂര് പോയോളേ കോയമ്പത്തൂർ പോയിരിക്കാണോ? കൊലപാതകം നടക്കേക്ക് ഈശ്വര. അയ്യോ എനിക്ക് വയ്യേ, എന്റെ കാലേ. ഒന്ന് കൊല നടന്നിട്ടില്ല. അയ്യോ എന്റെ കാലേ. കാലിങ്ങോട്ട് നീട്ട് മാലതി. നന്നായിട്ട് തിരുമ്മി കൊടുക്ക. അയ്യോ അയ്യോ. ഒരാപത്ത് വന്നാലേ കൂടപ്പറപ്പിനെ പോലെ ഇവിടെ ഉണ്ടാവും. ആപത്ത് മാറിക്കഴിയുമ്പോ ഇവക്കിട്ട് പാരയും വെക്കും. അയ്യോ, പാര വയ്ക്കുന്നവര് വയ്ക്കട്ടെ കൈമളേട്ടാ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ ആരെയും പാരയൊന്നും വെക്കുന്നില്ല. അയ്യോ എന്റെ കാലേ. വെറുതെ ഞാൻ നടന്നല്ലി വീണു. മൈത്രി പുഷ്പം മൂലം രക്ഷപ്പെട്ടു. മതി നന്ദിനിടത്തി. നന്ദിനിടത്തിയുടെ കൈ തന്നെ ഒരു മെഡിസിൻ. ഒറ്റ തിരുമൽ തന്നെ വേദന പോയി. ഏട്ടത്തിയുടെ അമ്മ ഏട്ടത്തി ഇരട്ട പറ്റതാണോ? ഇരട്ട പറ്റതോ? ആ, ഇരട്ട പെറ്റ രണ്ടുപേരിൽ ഒരാൾ തിരുമിയാൽ വേദന പോകുമെന്ന ഒരു പഴമൊഴി. പഴമൊഴി എന്താണെങ്കിലും ഇവൾ നിനക്കിട്ടൊന്നും താങ്ങിയതാ. അച്ഛാ, എന്തെങ്കിലും ചെയ്യട്ടെ, ചെയ്യുന്നവർക്ക് തന്നെ അനുഭവം കിട്ടും. കുഞ്ഞമ്മയുടെ വേദനയൊക്കെ മാറിയല്ലോ. സാരമില്ലട മോനെ കാർത്തി. കാർത്തിയേട്ടാ, നമ്മൾ പോയപ്പോ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടല്ലേ പോയത്? അതെ, എന്താ മീനാക്ഷി? അല്ല, ഞാൻ കുഴമ്പെടുക്കാൻ ചെല്ലുമ്പോ മുറി തുറന്നു കിടക്കുന്നു. അതെങ്ങനെ? അതെ, അതിവിടെ പുതിയൊരു സ്വീപ്പർ ഉദയം ചെയ്തു. സ്വീപ്പറോ? ശ്രീമതി മൈഥിലി. അവളെന്തിനാ ഞങ്ങളുടെ മുറി കയറിയത്? അവൾ ആ മുറി മാത്രമല്ല, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന്റെ വിശേഷമായി ഇപ്പൊ ഇവിടെ കണ്ടത്. മാലതി അടിതെറ്റി വീണു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്ത് പറ്റി മീനാക്ഷി? നിന്റെ മുഖം എന്താ പെട്ടെന്ന് വാടിയത്? കാർത്തിയേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ടെൻഷൻ? തുറന്ന് പറയ്. നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പോ ആ മൈഥിലി സ്വീപ്പറായിട്ട് വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ തരികടയുണ്ട്. വാട്ട്? അവൾ ഇടയ്ക്കിടെ നമ്മുടെ മുറിയിൽ കയറുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.